ഞാനിവിടെ പറയാൻ പോകുന്ന AI വീഡിയോ ക്രിയേറ്റിംഗ് ആപ്പ് ഉപയോഗിച്ച് ഉണ്ടാക്കിയ രണ്ട് വ്യത്യസ്ത തരം AI വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോ കണ്ടോളൂ. പണിക്കരെ, ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് തീരെ ക്ലച്ച് പിടിക്കുന്നില്ല. ആകെ 79 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. എനിക്കൊരു 1000 സബ് കിട്ടാൻ ഞാൻ ഏത് ടൈമിൽ വീഡിയോ അപ്ലോഡ് ചെയ്യണം? മോനെ ടൈഗു, നാളെ മുതൽ ഒരു ഉച്ചേ മുക്കാലോടുകൂടി നീ വീഡിയോ അപ്ലോഡ് ചെയ്യുക. ക്ലച്ച് പിടിച്ചോളും നിന്നെ. ഇനി എല്ലാവർക്കും AI വീഡിയോസ് വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാം. ഫുൾ വീഡിയോ എൻ്റെ ഈ ചാനലിലുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് AI വീഡിയോസ് ഒക്കെ ഉണ്ടാക്കുക അതൊക്കെ വലിയ വലിയ ടെക്കികൾക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് എന്നാണ്. പക്ഷെങ്കിൽ വളരെ ചെറിയ കുട്ടികൾക്ക് വരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയും. അതിന് വലിയ ഇംഗ്ലീഷ് പ്രാവീണ്യമോ ഒന്നും വേണ്ടത് രണ്ട് ആപ്പുകളാണ്. ഒന്ന് ചാറ്റ് ജി പി ടിയിൽ നമ്മൾ 4:5 റേഷ്യോയിൽ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് എന്ത് AI വീഡിയോസാണ് ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ചുള്ള ഒരു ഇമേജ് 4:5 റേഷ്യോ ഒന്ന് പ്രത്യേകം ടൈപ്പ് ചെയ്ത് വേണം ഉണ്ടാക്കാൻ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് YT ക്രിയേറ്റ് ചെയ്യുന്ന AI വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ആപ്പാണ്. ഞാൻ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ അതിൽ കയറി ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെ മറ്റൊരു കാര്യം, പലരും വിചാരിക്കുന്നത് ഒരു 10 മിനിറ്റോ 30 മിനിറ്റോ 1 മണിക്കൂറൊക്കെ വെച്ചുള്ള AI വീഡിയോ ഒറ്റയടിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. 8 സെക്കൻഡ് വെച്ചുള്ള ക്ലിപ്പുകളാണ് നിങ്ങൾക്ക് ഈ ആപ്പിലൂടെ ഉണ്ടാക്കാൻ കഴിയുന്നത്. പിന്നെ ആ ആപ്പ് തന്നെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വീഡിയോ എഡിറ്റിംഗ് ആപ്പിൽ കയറിയിട്ടോ നിങ്ങൾക്ക് ഇതൊക്കെ ജോയിൻ ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഒരു ലോങ് വീഡിയോ ഉണ്ടാക്കാൻ പറ്റും. അല്ലാതെ ഒറ്റയടിക്ക് 30 മിനിറ്റ് നേരത്തേക്കുള്ളതുള്ള വീഡിയോസ് ഉണ്ടാക്കാൻ ആർക്കും പറ്റില്ല. ആ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് ചാറ്റ് ജി പി ടിയിൽ 4:5 റേഷ്യോയിലുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നീട് ആ ഇമേജ് ഈ YT ക്രിയേറ്റ് എന്നുള്ള ആപ്പ് കൊണ്ടിട്ടിട്ട് നമുക്ക് വീഡിയോ ഉണ്ടാക്കാം. പിന്നെ മറ്റൊരു കാര്യം, ഈ ആപ്പിൽ നമ്മൾ എന്താണോ വീഡിയോയിലുള്ള ആൾ സംസാരിക്കേണ്ട കാര്യം ഡബിൾ കൊട്ടേഷൻ മാർക്കിൽ സ്റ്റാർട്ട് ചെയ്ത് എൻഡിങ്ങിലും ഡബിൾ കൊട്ടേഷൻ മാർക്ക് കൊടുക്കണം. ഒന്നുകൂടി പറയാം, ഞാനിപ്പോൾ വീഡിയോ ഉണ്ടാക്കുന്നത് ഹായ് എല്ലാവർക്കും സുഖമല്ലേ എന്നാണ് കരുതുക. അപ്പോൾ ഞാൻ ആദ്യം ടൈപ്പ് ചെയ്യേണ്ടത് ബാക്ക്ഗ്രൗണ്ടിൽ. ഇപ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? കാട്ടിലാണെങ്കിൽ കാട്, ഒരുപാട് ആൾക്കൂട്ടത്തിനിടയിലാണ് ആൾക്കൂട്ടം വേണം ചുറ്റിലും, അല്ലെങ്കിൽ ക്ലാസ് റൂമിലാണ് ക്ലാസ് റൂമാണ്. അങ്ങനെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പറയേണ്ട കാര്യം എഴുതുക. ഈ കുട്ടി പറയേണ്ടത് ഇങ്ങനെയാണ്. എന്നിട്ട് ഡബിൾ കൊട്ടേഷൻ മാർക്കിൽ തുടങ്ങുക. ഹായ് എല്ലാവർക്കും സുഖമല്ലേ. ആ സുഖമല്ലേ എന്ന് കഴിഞ്ഞാൽ അവിടെയും ഡബിൾ കൊട്ടേഷൻ മാർക്ക് ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഇത്രയും കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. ഇതൊക്കെ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് നമുക്കൊരു AI വീഡിയോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയും. 8 സെക്കൻഡ് മാത്രം ഉള്ള വീഡിയോസാണ് ഇതിൽ കിട്ടുക. അത് മറ്റൊരു വീഡിയോ എഡിറ്റിംഗ് ആപ്പിൽ പോയിട്ട് ജോയിൻ ചെയ്തിട്ട് വലിയൊരു ക്ലിപ്പാക്കി മാറ്റുക, ഈ ക്ലിപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് AI വീഡിയോസ് ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യണം. ആദ്യം നമുക്ക് ഈ ചാറ്റ് GPT എന്ന ആപ്പ് തുറന്നിട്ട് അതിൽ നമുക്കൊരു 4:5 റേഷ്യോയിൽ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യണം. അതിൽ നമുക്ക് ക്രിയേറ്റ് ആൻ ഇമേജ് എന്ന് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം ടൈപ്പ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, 4:5 റേഷ്യോ. പിന്നെ ഇവിടെ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള AI വീഡിയോസാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഗാലറിയിൽ നിന്ന് എടുത്തിട്ട് അത് 4:5 റേഷ്യോയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മാത്രമാണ് പറയുന്നത്. അല്ലാതെ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പലതരം ബാക്ക്ഗ്രൗണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇമേജ് എന്താണെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കാൻ പറ്റും. അത് മൃഗങ്ങളുടെ ആയിക്കോട്ടെ മറ്റെന്തും ആയിക്കോട്ടെ, എന്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ ഞാനിവിടെ സിമ്പിളായിട്ട് കാണിക്കുന്നത് എൻ്റെ ഒരു ഫോട്ടോ 4:5 റേഷ്യോയിലേക്ക് മാറ്റുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇമേജ് ഇപ്പോൾ ക്രിയേറ്റ് ആയി വിട്ട് വരിക. എന്നിട്ട് വേണം ഈ ഇമേജ് എടുത്തിട്ട് വേണം നമ്മൾ AI വീഡിയോ ഉണ്ടാക്കുന്ന YT ആപ്പിൽ പോയി ഉണ്ടാക്കാൻ. അപ്പോൾ ഈ ഇമേജ് നമ്മൾ ആദ്യം സേവ് ചെയ്യാം. ഈ ഏറോ മാർക്ക് കാണുന്നില്ല, അവിടെ ക്ലിക്ക് ചെയ്താൽ ഈ ഇമേജ് നമ്മളെ ഗാലറിയിലോട്ട് സേവ് ആകും. ഇനി ഈ സേവ് ചെയ്ത് വെച്ച ഇമേജ് കൊണ്ട് വേണം വീഡിയോ ഉണ്ടാക്കാൻ. അതിനാദ്യം ഈ YT ക്രിയേറ്റ് എന്നുള്ള ആപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ടിവിടെ ജനറേറ്റ് വീഡിയോ കാണുന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അപ്ലോഡ് അപ് ടു 3 ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്ന ഇടത്തിൽ അവിടെ ഞാൻ ഈ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഗാലറി പോയിട്ട് ഈ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് ഇനി ഞാനിവിടെ പറയുന്നത് നോക്കിക്കോ. വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഫോട്ടോയിലുള്ള
പെൺകുട്ടി പറയുന്നത് ഇങ്ങനെ ഇത്ര മാത്രം ഞാനിപ്പോൾ ഉണ്ടാക്കി നിങ്ങൾക്ക് ഒരു സാമ്പിൾ കാണിച്ചു തരുന്നതാണ്. ഇനി അടുത്തത് ഈ പറയുന്നത് എന്താണ് പറയുന്ന കാര്യമാണ് നമ്മൾ ഡബിൾ കൊട്ടേഷൻ മാർക്ക് കൊടുത്തിട്ട് ഇതാ കണ്ട ഈ ഒരു ചിഹ്നം ഈ സിമ്പിൾ ഇതാണ് ഡബിൾ കൊട്ടേഷൻ മാർക്ക്. ഇത് കൊടുത്തിട്ട് വേണം നമ്മൾ പറയുന്ന കാര്യം ടൈപ്പ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് പറയുന്നത് എന്നാണ്. അത് നോക്കിക്കോ. ഇനി എല്ലാവർക്കും AI വീഡിയോസ് വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാം. ഫുൾ വീഡിയോ എൻ്റെ ഈ ചാനലിൽ ഉണ്ട് എന്നാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത്. ആ ഉണ്ടെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ ഇഷ്ടം ആയാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ചെയ്യണേന്ന് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഡബിൾ കൊട്ടേഷൻ മാർക്ക് കൊടുക്കുന്നത്. ഇത് എല്ലാവരും നോട്ട് ചെയ്യണം. നമ്മൾ പറയുന്ന കാര്യത്തിൻ്റെ തുടക്കത്തിലും എൻഡിങ്ങിലും ഈ ഡബിൾ കൊട്ടേഷൻ മാർക്ക് കൊടുക്കാൻ മറക്കരുത്. പിന്നീട് നമ്മൾ ജനറേറ്റ് എന്നതിനടുത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ജനറേറ്റ് ചെയ്ത് വരും. ഇനി എല്ലാവർക്കും AI വീഡിയോസ് വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാം. ഫുൾ വീഡിയോ എൻ്റെ ഈ ചാനലിലുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി എല്ലാവർക്കും AI വീഡിയോസ് വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാം. ഫുൾ വീഡിയോ എൻ്റെ ഈ ചാനലിലുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് യൂസ് വീഡിയോ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഏറോ മാർക്കില്ലേ മുകളിലോട്ട് കാണിക്കുന്ന ഈ ഏറോ മാർക്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത വരുന്ന സ്റ്റെപ്പിൽ നമ്മളിവിടെ 30 FPS 30 FPS എന്നുള്ളടുത്ത് അവിടെയുള്ള കാണുന്ന ഏറോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് 60 FPS എന്നുള്ളതിൽ വേണം എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാൻ. കാരണം എന്തെങ്കിലും മാത്രം ഇത് ആ ഒരു ക്ലാരിറ്റിയിലും ക്ലിയറിൽ നമുക്ക് കിട്ടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഇത് നമുക്ക് അപ്ലോഡ് ആസ് യൂട്യൂബ് ഷോർട്ടിലേക്ക് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഇത്ര വളരെ സിമ്പിൾ പ്രോസസ്സാണ്. ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ 8 സെക്കൻഡ് വീതമുള്ള ഒരുപാട് ക്ലിപ്സ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതൊക്കെ ഈ ആപ്പിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റൊരു വീഡിയോ ക്രിയേറ്റിംഗ് ആപ്പിൽ വെച്ചിട്ടോ ലോങ് വീഡിയോ ഇപ്പോൾ മനസ്സിലായില്ല എത്ര പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ AI വീഡിയോസ് എന്നൊക്കെ. അപ്പോൾ ഇനി എല്ലാവർക്കും ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ കഴിയേ. എല്ലാവർക്കും ഇപ്പോൾ AI വീഡിയോസ് എങ്ങനെ ഉണ്ടാക്കേണ്ടത് മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഇതുപോലത്തെ മറ്റൊരു വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.